ഇന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ വീട്ടില് വരുന്ന അടുക്കള വേസ്റ്റ് അല്ലെങ്കിൽ വേറെയുള്ള വേസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് വളം ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് തന്നെയാണ്. മനുഷ്യനായാലും മൃഗങ്ങളായാലും പുഴുക്കളായാലും പക്ഷികളായാലും അതൊക്കെ പ്രകൃതിയുടെ ഭാഗമാണ്. ഇവരെ ഒന്നും മാറ്റി നിർത്തിയിട്ട് മനുഷ്യന് മാത്രമായിട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിലും മനുഷ്യൻ ചെയ്യണതിനേക്കാളും 1000 ഇരട്ടി ഈ പ്രകൃതിക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന, പ്രകൃതിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആൾക്കാരാണ് ഈ മറ്റുള്ള ജീവിവർഗങ്ങളൊക്കെ. നോക്ക്, ഇപ്പൊ ഈ അടുക്കള വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ പട്ടാളപ്പുഴുവിന്റെ കാര്യം തന്നെ എടുക്കാം. നമ്മുടെ നാട്ടില് നമ്മൾ കാണാതെ പല സ്ഥലങ്ങളിലും ചത്ത് കിടക്കുന്ന നായക്കള്, അതല്ലെങ്കിൽ പൂച്ച, കാക്ക, പെരിച്ചാഴികള്, ഇങ്ങനെയുള്ള ഈ ജീവികളൊക്കെ ചത്ത് കിടക്കും. ചത്ത് കിടന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദ്രവിച്ച് മണ്ണിൽ ചേർന്ന് കിടക്കുന്നുണ്ടാവും. എല്ലാം ദ്രവിച്ച് മണ്ണിൽ ചേർന്ന് കിടക്കുന്നുണ്ടാവും. നമ്മളാരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണോ? അല്ല. ഇതുപോലുള്ള ഈ പട്ടാള ഈച്ചകള് ആ ചത്ത് കിടക്കുന്ന അതിൻ്റെ ഉള്ളില് ആ ചത്ത് കിടക്കുന്ന ജീവിയുടെ ശരീരത്തിൽ ചെന്ന് അവിടെ അവര് മുട്ടയിടും. അത് വിരിഞ്ഞ് പുഴുക്കളാവും. ആ പുഴുക്കള് ആ ചത്ത ജീവിയുടെ ശരീരഭാഗങ്ങൾ തിന്ന് അത് കമ്പോസ്റ്റായി മാറും. അത് ഭൂമിയിൽ ദ്രവിച്ചു പോവും. അതല്ലാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ചത്ത് കിടക്കുന്ന ഈ ജീവികളൊക്കെ അതേപടി കിടക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യന് ഇവിടെ ജീവിക്കാൻ പറ്റുമോ? മണം എടുത്തിട്ടും മറ്റുള്ള കാര്യങ്ങളും കൊണ്ടും. അപ്പൊ പ്രകൃതിക്കൊരു നിയമമുണ്ട്. ആ പ്രകൃതി എങ്ങനെയാണോ ആ പ്രകൃതിയുടെ നിലനിൽപ്പ് സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്, അത് അതുപോലെയാണ് നടക്കേണ്ടത്. അതിന് വെല്ലുവിളിച്ചിട്ട് നമ്മള് ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഓരോ വീട്ടിലും വരുന്ന അടുക്കള വേസ്റ്റ് എന്ന് പറയുന്നത് ഓരോ ദിവസം ചിലപ്പോൾ കുറഞ്ഞ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കുക. പക്ഷെ നമ്മളൊരു ആ ഒരു അടുക്കള വേസ്റ്റ് ഒരു കൊല്ലം ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മള് ബോധം കിട്ടുപോകും. അത്രയും അധികം ഉണ്ടാവും ആ സാധനം. അത് നമ്മൾ ഓരോ ദിവസവും നമ്മൾ തെങ്ങിന്റെ കടക്കിലും അവിടെ ഇവിടെയും കളയുന്നോണ്ടാണ് നമുക്ക് അതിന്റെ വലിപ്പം മനസ്സിലാവാത്തത്. ഇതേപോലെ ഒരു പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വീട്ടിലെയും അടുക്കള വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കാൻ ഏറ്റവും ഈസിയാണ്. നമ്മളിത് കമ്പോസ്റ്റ് ആക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു ഒറ്റ കാര്യം വെള്ളത്തിന്റെ അംശം ഉണ്ടാവുക അതിരിക്കുക എന്നുള്ളതാണ്. വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് സ്മെല്ല് വരും. അത് മാത്രമാണ് ഇതിലെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ഉള്ളത്. ഇതില് വെള്ളം വരാതെ നോക്കുക. ഇതില് പുഴുക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോ പുതുതായിട്ട് ഇട്ടിട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുക. ഓരോ ദിവസത്തെ അടുക്കള വേസ്റ്റ് ഇതുപോലുള്ള പാത്രങ്ങളിൽ ശേഖരിക്കി വെക്കുക. ഇതുപോലൊരു ചട്ടിയാ ബക്കറ്റാ എന്തേലും എടുക്കുക. അതിന്റെ മേലെ ഇതേപോലെ ഈ കമ്പി നമ്മൾ വളച്ച് അതിന്റെ മേലെ വല കെട്ടുക. വല കെട്ടിയിട്ട് ഇതേപോലെ വെച്ചിട്ട് അടുക്കളയിൽ വരുന്ന വേസ്റ്റുകൾ ഉണ്ടല്ലോ, ഇതേപോലെ അടുക്കളയിൽ വരുന്ന വേസ്റ്റുകൾ എടുക്കുക. ഇതുപോലെ സാധനം ഇട്ട് കൊടുക്കുക. ഇതിപ്പോ എത്ര നമ്മള് ഇതാക്കിയാലും ഈ പച്ചക്കറിയുടെയും മറ്റുള്ള സാധനങ്ങളിൽ നിന്നൊക്കെ വെള്ളം ഊർന്നു വരും. ഇത് ഇതേപോലെ ഈ വലയിൽ ഇങ്ങനെ കുറെ നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ വെള്ളമൊക്കെ വാർന്നു പോകും. വെള്ളം വാർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇത് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തട്ടി ലെവലാക്കുക. എതിറി കൊടുക്കുക. വേറൊന്നും ചെയ്യണ്ട. പിന്നെ അതിൽ ഈ വേസ്റ്റിന്റെ ആ വെള്ളമൊക്കെ ഊർന്നു വരുമല്ലോ, ആ വെള്ളം ഊർന്നു വരുന്നത് ഇതേപോലെ ഉള്ള ഇതാ കിട്ടുക. ഒരു നമ്മുടെ ഈ സ്ലറിയൊക്കെ പോലെ എന്താ ആ വേസ്റ്റ്. ഈ വെള്ളം ഇതേപോലെ എടുത്തിട്ട് ഞാൻ ചെയ്യണത് ഈ ചെറിയ ഡ്രമ്മിൽ ഒഴിച്ചു വെച്ചേക്കുക. കണ്ടോ, ഇത് ഫുള്ള് ഇതേപോലെ അടുക്കള വേസ്റ്റ് ഇതേപോലെ അരിച്ചിട്ട് ആ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുള്ളതാ. സ്മെല്ലൊന്നുമില്ല. നേരെ ഈ പുതുതായിട്ട് അരിച്ച് കിട്ടുന്ന ആ വെള്ളം എടുത്തിട്ട് ഇതേപോലെ ഇതിൽ ഒഴിച്ചു വെക്കും. സാധനം മൂടി വെക്കും. അതേപോലെ കമ്പോസ്റ്റ് ആക്കണ കമ്പോസ്റ്റ് എടുക്കുക. ഇതേപോലെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുക. വേറെ ഒരു വളം ഇട്ട് കൊടുക്കണ്ട. കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിൽ നിന്ന് നമ്മള് ഡ്രമ്മിൽ ഒഴിച്ചു വെക്കണ വെള്ളം ഉണ്ടല്ലോ, വേസ്റ്റിൽ നിന്ന് വരുന്ന വെള്ളം,
ആ വെള്ളം ഇതേപോലെ ഒരു കപ്പിൽ 20 കപ്പ് വെള്ളം ചേർക്കുക, ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. ചെടികളൊക്കെ നല്ല പച്ചപ്പിൽ നിൽക്കും. ഈ പാത്രങ്ങളിലൊക്കെ ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കണതാണ് കേട്ടോ. ഒരു 25 ദിവസം കഴിയുമ്പോൾ തന്നെ ഏകദേശം നിറച്ച് പുഴുക്കളാവും ചെയ്യും. ഇത് ഏകദേശം ഒരു കറുത്ത രൂപത്തിലേക്ക് ഈ കമ്പോസ്റ്റ് മാറും ചെയ്യും. കമ്പോസ്റ്റ് ആയിട്ടുള്ളത് അരിച്ചിട്ട് നമ്മളൊരു പാത്രത്തിൽ എടുത്തു വെക്കുകയാണെങ്കിൽ പിന്നെ ചകിരിച്ചോറിന്റെ ആവശ്യമില്ല. ആ കമ്പോസ്റ്റ് തന്നെ നമ്മൾ ഇതേപോലെ അടുക്കള വേസ്റ്റ് കൊടുന്നിടുക. ആ അരിച്ചു വെച്ച കമ്പോസ്റ്റ് തന്നെ ഇതിന്റെ മേലെ വെതറി കൊടുക്കുക. വേറെ പുറത്തുനിന്ന് ചകിരിച്ചോറ് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരിക്കൽ മേടിച്ചാൽ മതി ചകിരിച്ചോറ്. പിന്നീട് നമ്മൾ ഈ ഉപയോഗത്തിന് നമ്മൾ വീട്ടിലുള്ള ഈ കമ്പോസ്റ്റ് ആയിട്ടുള്ള ആ കമ്പോസ്റ്റ് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഒരേ പാത്രം 10, 45 ദിവസം 50 ദിവസം ആവുന്ന സമയത്ത് അത് കൊടുന്നിട്ട് ഈ ടാർപ്പായൽ തട്ടും. ഇതിങ്ങനെ ഏകദേശം കാറ്റും ഇതൊക്കെ കൊണ്ടിട്ട് അതിങ്ങനെ നല്ല ഡ്രൈ ആയി കഴിഞ്ഞാൽ എടുത്ത് അരിക്കുക, വേറെ ഏതെങ്കിലും പാത്രത്തിലാക്കി വെക്കുക. നമ്മളുടെ ആവശ്യാനുസരണം ചെടികൾക്കും മരങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കുക.